ഇല്ല എന്ന് പറയാമോ? ഞാൻ പറയാൻ പാടില്ലല്ലോ. ആര് വന്ന് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം എന്നെ വന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വന്നാണ്. അദ്ദേഹം MLA കൂടിയല്ലേ. അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലത്തിലെ കുറേ കാര്യങ്ങൾ എൻ്റെ അടുത്ത് കൊണ്ടു തന്നു. ഇവരൊക്കെയായിട്ട് നമ്മൾ കാണണ്ടേ? ജനപ്രതിനിധികളായിട്ടും രാഷ്ട്രീയ നേതാക്കളായിട്ടും സംഘടനയുടെ ആളുകളായിട്ടും എത്രയോ സാമുദായിക സംഘടനകളാണ് വരുന്നത്. എത്രയോ ബിഷപ്പ്മാരാണ് ഇവിടെ വരുന്നത്. സമസ്തയുടെ നേതാക്കന്മാർ കഴിഞ്ഞ ദിവസം വന്നു കണ്ടിരുന്നു. അവർക്കൊക്കെ അവരുടേതായ മേഖലകളിലെ പ്രശ്നങ്ങൾ, അവരുടെ സാമൂഹ്യ പ്രശ്നങ്ങൾ, സ്ഥാപനങ്ങളുടെ പ്രശ്നങ്ങൾ, ഇതൊക്കെ നമ്മളോട് പറയാനുണ്ടാവും. അതുണ്ടാവും സ്വാഭാവികമായിട്ട്. അതിനെന്താ? BJP has been raising this allegation that even after a week of this Wayanad disaster, the MP Priyanka Gandhi has not visited neither Rahul Gandhi. They are treating Wayanad like a family visit. That is what the allegation coming from the Hello, these leaders were out of station. They couldn't come there. We have implemented all our programs there in Wayanad. Today in the cabinet, I appreciated Revenue Minister Anil Kumar and Agriculture Minister T. Siddiq for the work they have done. നമുക്കറിയാലോ, സാധാരണ ഇത്രയും ദുരന്തങ്ങളുണ്ടായ ബോഡി പോലും 2 ദിവസം കഴിയുമ്പോൾ തെരച്ചിൽ കഴിഞ്ഞ് അവസാനിപ്പിക്കും. ഇത് 8 പേരുടെ ബോഡി റിക്കവർ ചെയ്തു. അവരുടെ ബന്ധുക്കൾ സംസ്ഥാനത്തിന് പുറത്തുനിന്നുള്ളവരാണ്. അവരിവിടെ വന്ന് അവരെ പ്രത്യേകമായി താമസിപ്പിച്ചു. ഞാൻ അവരെ പോയി കണ്ട് ആശ്വസിപ്പിച്ചു. അവർ ബോഡി തിരിച്ചു കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ ഭംഗിയായിട്ട് ഏർപ്പെടുത്തി. അവിടുത്തെ റീഹാബിലിറ്റേഷൻ, പുനരധിവാസം ഭംഗിയായിട്ട് ചെയ്തു. അപകട മേഖലയിൽ നിന്ന് ആളുകളെ മുഴുവൻ ഷിഫ്റ്റ് ചെയ്തു. അപകടം സംഭവിക്കാൻ സാധ്യതയുള്ള ആളുകളിൽ നിന്ന്. കമ്പനിയുമായി, ഈ കൊങ്കൺ റെയിൽവേയുമായും അവരുടെ സബ് കോൺട്രാക്ടറായ ദിലീപ് കോൺ കമ്പനിയുമായും നമ്മുടെ മന്ത്രിമാർ ചർച്ച ചെയ്ത് ഗവൺമെൻറ് കൊടുത്ത നഷ്ടപരിഹാരം കൂടാതെ അതിനേക്കാൾ കൂടിയ നഷ്ടപരിഹാരം കമ്പനിയെ കൊണ്ട് കൊടുപ്പിക്കാൻ ധാരണയാക്കി. അവരുടെ ഇൻഷുറൻസ് അടക്കമുള്ള തുകകൾ അവർക്ക് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി. അവരുടെ ബോഡി എംബാം ചെയ്ത് കൊച്ചിയിലെത്തിച്ച് പ്രത്യേക വിമാനത്തിൽ അവരുടെ നാട്ടിൽ എത്തിച്ചു. മുഴുവൻ നടപടിക്രമങ്ങളും വളരെ ഭംഗിയാക്കി ഗവൺമെൻറ് 2 മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെയുള്ള ആളുകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് പൂർത്തിയാക്കി. ആറന്മുള വിമാനത്താവളത്തെക്കുറിച്ച് സർക്കാർ ആലോചിച്ചിട്ട് പോലുമില്ല. How can he say that when I am going for Mookambika temple, it is my personal right? I have a constitutional right to believe in the God. How can he say that that is soft Hindutva? I have been going to Mookambika for the last 37 years, from 90 onwards. I am a devotee of Kollur Mookambika. I am a devotee of Kollur Mookambika. I am very happy to say that. For the last 37 years, I have been visiting there for darshan. ഞാൻ മുഖ്യമന്ത്രി ആയിക്കൊണ്ട് പോകായിരുന്ന മോശമല്ലേ? ഇവരെ ഏത് ലോകത്തേക്കാണ് പോകണ? ക്ഷേത്രങ്ങളിൽ പോകുന്നത്, ആരാധിക്കാൻ പോകുന്ന എല്ലാവരെയും അപമാനിക്കുമല്ലേ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്തത് ആണോ? നിങ്ങളെല്ലാവരും പോകുന്നവരല്ലേ? ഇത് ഇവിടെ ഇരിക്കുന്നവരിൽ ഭൂരിഭാഗം ഞായറാഴ്ച പള്ളിയിൽ പോകുന്നവരും ക്ഷേത്രങ്ങളിൽ പോകുന്ന ആളുകളും വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് പോകുന്ന ആളുകളും അല്ലേ? അത് പോകാൻ പാടില്ലേ? അതൊക്കെ ഞാൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് ഞാൻ ആളുകളെ ഇനിയില്ല, ഞാനൊരിടത്തും പോവില്ല എന്ന് പറയാമോ? ഇതൊക്കെ ഇവർക്കൊന്നും പറയാനില്ല. സ്വന്തം പാർട്ടിയിലെ സ്ഥിതി അവർക്കറിയാം. നമ്മൾ എംപവേർഡ് കമ്മിറ്റി വെച്ചിരിക്കുകയാണ്. നടപടിക്രമം അനുസരിച്ച് ഒരു എംപവേർഡ് കമ്മിറ്റി വെച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തിൻ്റെ ഒരു താല്പര്യവും ഹനിക്കുന്ന ഒരു തീരുമാനവും ഈ ഗവൺമെൻറ് എടുക്കില്ല. സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള തീരുമാനമേ വരുള്ളൂ. ധൃതി പിടിക്കേണ്ട ഒരു ആവശ്യമില്ല കാര്യത്തിൽ. കാരണം ഇതിനകത്ത് 2 ആസ്പെക്റ്റ് ഉണ്ട്. ഒന്ന് സെക്യൂരിറ്റി ആസ്പെക്റ്റ് ഉണ്ട്. അത് കേന്ദ്ര ഗവൺമെൻറ്റാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അറിയിക്കേണ്ടത്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തീരുമാനം നമുക്ക് എടുത്ത് ചെയ്യാം. ഇനി
ഇവർ വലിയ ഡീലാണ് മറ്റാണെന്നൊക്കെ ഇങ്ങനെ പറയുവാനുള്ള. നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഒരു തീരുമാനം എടുത്തിട്ടില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ചെയ്തറിയാമോ, ഇവർ ചെയ്ത പരിപാടി അറിയാമോ? 2019 ഇത് തീർക്കേണ്ടിയിരുന്നത്. കരാറ് കൺസെഷൻ എഗ്രിമെൻ്റ് അനുസരിച്ച് തീർന്നില്ലെങ്കിൽ 2024 തീരുള്ളൂ. ഇവർ കൺസെഷൻ എഗ്രിമെൻറ്റിൽ അമെൻമെൻറ്റ് വരുത്തി. ആര്? പിണറായി സർക്കാർ 5 വർഷം കൂടി നീട്ടിക്കൊടുത്തു. 5 വർഷം നീട്ടിക്കൊടുക്കുമ്പോൾ 40 വർഷം ഇത് നടപ്പാക്കാനുള്ള അവകാശം 45 വർഷമാക്കി കൊടുക്കുകയാണ് ചെയ്തത്. 40 എന്നുള്ളത് 45ആയി. ഈ കൺസെഷൻ എഗ്രിമെൻറ്റിൽ ഒരു ക്ലോസ് ഉണ്ടായിരുന്നു, ഇവർ വൈകിയാൽ ഒരു ദിവസം ഇവർ 12 ലക്ഷം കൊടുക്കണമെന്ന്. 12 ലക്ഷം 5 കൊല്ലം വൈകിയപ്പോൾ അവർ കൊടുക്കേണ്ട സർക്കാരിന് പെനാൽറ്റി, പീനൽ പ്രൊവിഷനാണ്, കൊടുക്കേണ്ട തുക 219 കോടിയാണ്. ഒറ്റ പൈസ ഇതെല്ലാം ഒഴിവാക്കി കൊടുത്തവർ. 2 ഘട്ടമായി എല്ലാം ഒഴിവാക്കി കൊടുത്തു. അതെന്ത് ഡീലായിരുന്നു? 219 കോടി രൂപ അദാനി പോർട്ട് ഗവൺമെൻറ്റിന് നഷ്ടപരിഹാരം, ഈ പീനലായിട്ട് ഈ വൈകിയതിന് ഒരു ദിവസം 12 ലക്ഷം രൂപ വെച്ച് 5 കൊല്ലം 1825 ദിവസം ഇൻറ്റു 12 ലക്ഷം ഒന്ന് കൂട്ടിയേ കാൽക്കുലേറ്ററിൽ. 219 കോടി രൂപ. ഞാൻ കാൽക്കുലേറ്ററിൽ നോക്കിയതാണ്. 219 കോടി രൂപ അത് കൊടുക്കണമായിരുന്നു. എന്ത് പ്രളയം, കോവിഡ്? നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ്. പ്രളയം കോവിഡ് എത്ര നാളുണ്ടായിരുന്നു? അല്ല, പ്രളയം കോവിഡ് എത്ര നാളുണ്ടായിരുന്നു? അല്ലല്ല ഞാൻ പറയണേ, ഇവർ ഈ ചോദിച്ചതിന് ഞാൻ മറുപടി പറയട്ടെ. പ്രളയവും കോവിഡും എത്ര നാളുണ്ടായിരുന്നു? 1 മാസം പ്രളയം, വേണമെങ്കിൽ ഒരു 4 മാസം കോവിഡ്, ആയിക്കോട്ടെ 5 മാസമല്ലേ. 5 കൊല്ലത്തേക്കുള്ള ഇളവാണ് കൊടുത്തത്. 5 വർഷത്തേക്ക്. ന്യായീകരിക്കല്ലേ? 5 വർഷത്തേക്ക് 219 കോടി രൂപ. അത് കുറച്ചാൽ മതിയായിരുന്നു, 150 കോടിയാക്കിയാൽ മതിയായിരുന്നു. ആ കോവിഡിൻ്റെ കാലവും മറ്റത് ഒഴിവാക്കിയാൽ മതിയായിരുന്നു. അവർക്ക് ഒഴിവാക്കി കൊടുക്കുകയാണ്. എന്നിട്ടൊരു 43 കോടി രൂപ പിന്നെ കൊടുക്കണം, 43 കോടി രൂപ പിന്നെ കൊടുക്കണമെന്ന് പറഞ്ഞു. അതും കൊടുത്തില്ല, അതും അവർ തന്നില്ല. അതും ആൾക്ക് വയബിലിറ്റി ഫണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. അല്ല, ആരാണ് ഡീല്? ഇപ്പം ഇവരെ ഡീലിനെ കുറിച്ച് പറയട്ടെ. ഈ ഡീല് നടത്തിയ പരിചയം കൊണ്ടാണോ ബാക്കിയുള്ളവരെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഇവർ വന്നിരിക്കുന്നത്? അല്ല, ഇതിനൊക്കെ മറുപടി പറയണമല്ലോ. എന്തിനാണ് കൺസെഷൻ എഗ്രിമെൻറ്റിൽ ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ, ഒന്നും ചെയ്യാതെ നിങ്ങളെ കൂടി ആഘോഷിക്കല്ലേ? വിഴിഞ്ഞത്ത് അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞ് ആഘോഷിക്കല്ലായിരുന്നാ? കുറേ ദിവസം ആഘോഷിക്കും. ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ, ഒരു നടപടിയും ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ലല്ലോ. അതല്ലേ അവിടെ ചോദിച്ചത്. Hi guys, I just added this cutest bedsheet to my bedroom and it completely changed the vibe of my room. സ്റ്റേറ്റിന് ഏതാണ് ഇൻട്രസ്റ്റ്, അത് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടുള്ള തീരുമാനം എടുക്കും. TAL മുംബൈ എന്ന് പറയുന്ന ഒരു കമ്പനിക്കാണ് ഇത്, ടില്ലിന്റെ സബ്സിഡിയറി കമ്പനിക്കാണ് ഈ ഷെയർ കൊടുത്തത്. ഈ ടില്ലിന്റെ ഷെയറുകൾ ആൾറെഡി ഒരു അമേരിക്കൻ കമ്പനി 20% അവരുടെ കയ്യിലാണ്. അപ്പോൾ തന്ത്രപ്രധാനമായ അല്ല, അതല്ലേ എംപവേർഡ് കമ്മിറ്റി പരിശോധിക്കുകയല്ല. എംപവേർഡ് കമ്മിറ്റി പരിശോധിക്കും. തന്ത്രപ്രധാനമായ കാര്യങ്ങളും സെക്യൂരിറ്റി കാര്യങ്ങളും പരിശോധിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സും മിനിസ്ട്രി ഓഫ് ഷിപ്പിംഗ് ആണ് അത് പരിശോധിക്കേണ്ടത്. നമ്മൾ സ്റ്റേറ്റിൻ്റെ ഇൻട്രസ്റ്റാണ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് കൺസെഷൻ എഗ്രിമെൻറ്റ് വായിക്കാതെയാണ് ആരോപണം ഉന്നയിച്ചത്. അല്ല, പ്ലീസ് ലെറ്റ് മീ കംപ്ലീറ്റ്. നിങ്ങൾ എത്ര ചോദ്യം ചോദിച്ചു? എന്താ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇവിടെ കുത്തക വരും. ആരുടെ? MSCയുടെ കുത്തക വരും. അവിടെ കുത്തക വരാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ ആ കൺസെഷൻ എഗ്രിമെൻറ്റിലുണ്ട്. 5(8) ഉണ്ട്. ഇവിടെ കോമൺ യൂസർ ഫെസിലിറ്റി വേണം, മോണോപ്പൊളി പാടില്ല എന്നാണ്. കോമൺ യൂസർ ഫെസിലിറ്റി വേണം. നമ്മുടെ കൺസെഷൻ എഗ്രിമെൻറ്റിൽ അത് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ക്ലോസ് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്റ്റേറ്റിൻ്റെ താല്പര്യത്തിന് വിഘാതം എന്തെങ്കിലും ഉണ്ടോ, നമ്മളിതിന് അനുമതി കൊടുത്താൽ ഒന്ന് പരിശോധിച്ച് കൃത്യമായി പരിശോധിച്ചിട്ട് തീരുമാനം എടുക്കുകയുള്ളൂ. പിന്നെ ഞങ്ങൾ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ എടുക്കാൻ പോണ തീരുമാനം ഇതായിരിക്കും, ഞങ്ങൾ ഇങ്ങനെ എടുക്കാൻ പോകണമെന്നൊക്കെ നിങ്ങൾ ഊഹത്തിൽ വാർത്ത കൊടുത്തു. അതാണ് അജിത് കുമാറിൻ്റെ കേസിൽ നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന വാർത്ത. അതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് ഒരു റൈറ്റ് ഉണ്ട്, മനസ്സിലായ? നിങ്ങൾ റിപ്പോർട്ടർമാരോ അല്ലെങ്കിൽ മാധ്യമങ്ങളോ ഇക്കാര്യത്തിൽ എല്ലാ തീരുമാനം ഞങ്ങളെല്ലാം ഞങ്ങളെല്ലാം ഞങ്ങൾ എടുക്കുന്ന തീരുമാനം തെറ്റാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോ.
ശരിയാണെങ്കിലും പറയുമല്ലോ നിങ്ങൾ തെറ്റാണെന്ന്, അതൊക്കെ പറഞ്ഞു, അതൊക്കെ നിങ്ങളുടെ അവകാശം. തീരുമാനം ഇതാണ് സർക്കാർ എടുക്കാൻ പോകുന്നത്, ദേ ഇങ്ങനെ തീരുമാനം എടുക്കാം സർക്കാർ പോവാണെന്നൊന്നും നിങ്ങൾ പറയല്ലേ. അതിനുള്ള അവകാശമെങ്കിലും ഞങ്ങൾക്ക് താ ദയവ് ചെയ്ത്. ഈ വെടിയത്തിന്റെ കാര്യത്തിൽ ഇ.പി. ജയരാജൻ പറയുന്ന അഴിമതി ഇല്ലെന്നാണ്. പക്ഷെ പ്രതിപക്ഷ നേതാവ് മറ്റേ സംശയകരമായ മോദി അദാനി ഡീൽ എന്നാണ് പറയുന്നത്. ഇല്ല, അതൊക്കെ അവർക്ക് അവരുടെ പാർട്ടിയിൽ നിന്ന് തന്നെ കൃത്യമായ മറുപടി കിട്ടുന്നുണ്ടല്ലോ. വിഴിഞ്ഞത്തെ MD മാറ്റിയത് എന്തിന്? മാറ്റിയതുകൊണ്ട് ഒരു കുഴപ്പമില്ലെന്ന് ഏറ്റവും സീനിയർ ആയിട്ടുള്ള CPM നേതാക്കന്മാർ പറഞ്ഞില്ലേ. വിഴിഞ്ഞത്തിൽ അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കരുത് എന്ന് സീനിയർ CPM നേതാക്കന്മാർ തന്നെ പറഞ്ഞില്ലേ. ഇപ്പം എന്താ അവസാനം പഴയ നിയമമന്ത്രി പറഞ്ഞത് ഓഹരി കൈമാറുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്ന്. പിന്നെന്താ കുഴപ്പം? ഇപ്പം മാറ്റി. പക്ഷെ അതിനൊന്നും നിങ്ങൾ ടേൺ എന്ന് പറഞ്ഞില്ല. ഏ ഏ എങ്ങനെ? ആ നോക്കാം, നമുക്കത് പരിശോധിക്കാം കേട്ടോ. അത് നോക്കാം, അത് നമ്മൾ നോക്കാം, നമുക്ക് ആലോചിക്കാം. അതാണ് സർക്കാരിനെ കൊണ്ട് സാധ്യമായതെല്ലാം അത്തരം കാര്യങ്ങളിൽ ഉറപ്പാട് ചെയ്യും. World Cup football final, you know, many states are thinking of opening up the entire state to 3:30 a.m. in the morning. What is Kerala going to do? Can we expect something? വെയിറ്റ്. ആരാ? ഒക്കെ സംഘടനാപരമായ തീരുമാനമല്ലേ. ആദ്യം നിങ്ങൾ അവരോട് പറഞ്ഞു ആ പ്രതിപക്ഷ ഉപനേതാവിനെ തീരുമാനിക്കാൻ പറ. അതിൻ്റെ ഞങ്ങൾ KPC പ്രസിഡന്റിനെ തീരുമാനിക്കാം. അതൊന്നും ഞങ്ങൾ നോക്കിയിരിക്കുക ആരാ പ്രതിപക്ഷ ഉപനേതാവ് എന്ന്. അല്ലല്ല, അത് ചെയ്യും. അല്ലല്ല, അതുപോലെ ആയ എന്താ കുഴപ്പം? മന്ത്രിയായ എന്താ കുഴപ്പം? അല്ല, അവിടെ ആവാം, അത് കുഴപ്പമില്ല. ഇടയ്ക്ക് ആ ചോദ്യം കൂടിയൊക്കെ ഒന്ന് ചോദിക്കേ. അത് ചോദിക്കൂലല്ലോ, ആകെ ചോദിക്കാമല്ലോ. അല്ല, അത് ഞങ്ങളുടെ സംഘടനാപരമായ കാര്യമല്ലേ, അതെനിക്ക് കൈരളിയോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങളുടെ സംഘടനാപരമായ കാര്യം ഞങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു, KPC പ്രസിഡന്റ് എപ്പോഴാണ് തീരുമാനിക്കുന്നത്, ആരായിരിക്കും KPCC പ്രസിഡന്റ് എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ആ ചോദ്യം ശരിയല്ലല്ലോ. ആ ചോദ്യത്തിന് ഒരു ഇംപ്രോപ്പറൈറ്റി ഉണ്ട്. ഞാനതിനെ ആൻസർ ചെയ്യാൻ പറ്റുമോ? എന്നിട്ട് അത് വിവാദമാക്കാനാണ് ഞാൻ എന്തെങ്കിലും ആൻസർ ചെയ്തിട്ട് ഞാനതിലൊന്നും വീഴില്ല. അത്രയും ചോദ്യങ്ങൾ എനിക്ക് പരാതിയൊന്നും കിട്ടിയിട്ടില്ല. ഞാനും ആ വാർത്ത വായിക്കുന്നുണ്ട്. കംപ്ലൈന്റ് വന്നാൽ അപ്പോൾ നമുക്ക് നോക്കാം. പരാതി ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ ആലോചിക്കാം. നമ്മുടെ മുമ്പിൽ പരാതിയില്ല. അത് വന്നിട്ടുണ്ടെങ്കിൽ അവർ പോലീസ് പരിശോധിച്ച് വേണ്ടത് ചെയ്യും. ഒരു ആക്ഷേപം വന്നു കഴിഞ്ഞാൽ പോലീസ് പരിശോധിച്ച് ചെയ്യും. അല്ല, അത് വാർത്തകൾ ഇങ്ങനെ വരുമല്ലേ, നിങ്ങൾ കുറച്ചുകൂടി കൊണ്ടുപോവാ പുറത്തേക്ക്. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ പറയുന്നത്. 8 ലക്ഷം 10 ലക്ഷം 15 ലക്ഷം ഒക്കെ അല്ലേ പറയില്ല. അതിലൊക്കെ കയറി നമ്മൾ അതിനേക്കാൾ വലിയ കാര്യങ്ങൾ നിങ്ങൾ പുറത്തു കൊണ്ടുപോവാ. കുറച്ചുകൂടി അങ്ങോട്ട് ഈ മൈക്രോസ്കോപ്പിക് ലെൻസ് കുറച്ച് അങ്ങോട്ടൊക്കെ ഒന്ന് ആ CPMന്റെ അവിടെ കുറച്ച് ഇപ്പുറത്തൊക്കെ ഒന്ന് വെക്കി. ഇങ്ങോട്ട് മാത്രം വെച്ചുകൊണ്ടിരിക്കല്ലേ. വാടക ഏത് വാടക കരാർ? അത് നീട്ടുവാണെങ്കിൽ അപ്പം അറിയിക്കാം. നീട്ടുവാണെങ്കിൽ അപ്പം അറിയിക്കുക. കരാർ ക്യാൻസൽ ചെയ്ത് അപ്പം അറിയിക്കുക. പോരെ? അല്ല പോരെ? അല്ല അത് പോരെ? ഞാൻ പറഞ്ഞിട്ടില്ല. വരട്ടെ, അതൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയല്ലേ.
ഞാൻ ഇവിടെ ഇരുന്നിട്ട് അത് മുൻ ആരോഗ്യമന്ത്രിയെ കൂടി ടെ നടപടികൾ കൂടി അന്വേഷിക്കുമെന്ന് പറയാമോ? ഞാനങ്ങനെ പറയാമോ? ഞാനല്ലല്ലോ അത് തീരുമാനിക്കേണ്ടത്. പരാതി വന്നാൽ പോലീസ് അന്വേഷിച്ച് ആ കാര്യം തീരുമാനിക്കും. ആരെല്ലാമാണ് അതിൻ്റെ അകത്ത് ഇൻവോൾവ്? അവിടെ ഒരു അഴിമതി നടന്നിട്ടുണ്ടോ? തെറ്റായ കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ? ആരാണ് അത് നടത്തിയത്? പ്രൊസീജിയർ ലാപ്സ് വല്ലതും ഉണ്ടായിട്ടുണ്ടോ എന്ന് അവർ പരിശോധിക്കട്ടെ. അല്ലാതെ ഈ അന്വേഷണം നടക്കുന്ന കാര്യത്തിൽ തീരുമാനം എന്നെക്കൊണ്ട് പ്രഖ്യാപിപ്പിക്കില്ലേ? നിങ്ങൾ എന്തൊക്കെ ചോദിക്കണേ? എന്തായി ചോദിക്കുന്നത്? CM, several allegations in BJP, corruption allegations in BJP. Has there been any complaints that has come before you? What is your stand on this? BJP has I don't know. I will examine whether the police has received some complaints or not. I will check. I don't know. BJP is talking about a corruption free, and they have been saying again and again that both the LDF and UDF is corrupt. But at that time, such allegations are coming. What do you have to say on that? Let us check what is happening there. And CM, can you also brief us the cabinet briefings in English, please? Cabinet briefings in English, the Hmm? cabinet decisions in English, the high-speed rail. High-speed rail, the DMRL, Delhi Metro Rail Corporation, has submitted a project before the government. The government appointed a expert committee, including environment, railway, and financial expert. They submitted a report before the government today. They are recommending that the report submitted by the DMRL is incomplete. There was no environment impact study. One thing. Second, there is no economic model in this project. And they have not studied about the viability and feasibility of the project. Fourth, only passenger services are included in the proposal. When the government declared a policy to develop various ports and airports, the connectivity and logistics is very important. There is no mention about the logistics in this proposal. So this is an incomplete proposal. Government themselves have to examine various factors. Before preparing a DPR, government should not go for land acquisition and freezing of the land and other proceedings. So before preparing the DPR, the government has to examine various factors, the financial viability, the environment impact, and a number of passengers, number of possible passengers, and the possibility for the logistics. All these factors should be examined. Then only, if the government satisfied with all these facts, ഇല്ല എന്ന് പറയാമോ? ഞാൻ പറയാൻ പാടില്ലല്ലോ. ആര് വന്ന രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം എന്നെ വന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വന്നാണ്. അദ്ദേഹം MLA കൂടിയല്ലേ. അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലത്തിലെ കുറേ കാര്യങ്ങൾ എൻ്റെ അടുത്ത് കൊണ്ടു തന്നു. ഇവരൊക്കെ ആയിട്ട് നമ്മൾ കാണണ്ടേ? ജനപ്രതിനിധികളായിട്ടും രാഷ്ട്രീയ നേതാക്കളായിട്ടും സംഘടനയുടെ ആളുകളായിട്ടും എത്രയോ സാമുദായിക സംഘടനകളാണ് വരുന്നത്. എത്രയോ ബിഷപ്പ്മാരാണ് ഇവിടെ വരുന്നത്. സമസ്തയുടെ നേതാക്കന്മാർ കഴിഞ്ഞ ദിവസം വന്നു കണ്ടിരുന്നു. അവർക്കൊക്കെ അവരുടേതായ മേഖലകളിലെ പ്രശ്നങ്ങൾ, അവരുടെ സാമൂഹ്യ പ്രശ്നങ്ങൾ, സ്ഥാപനങ്ങളുടെ പ്രശ്നങ്ങൾ, ഇതൊക്കെ നമ്മളോട് പറയാനുണ്ടാവും. അതുണ്ടാവും സ്വാഭാവികമായിട്ട്. അതിനെന്താ? BJP has been raising this allegation that even after a week of this Wayanad disaster, the MP Priyanka Gandhi has not visited neither Rahul Gandhi. They are treating Wayanad like a family visit. That is what the allegation coming from the Hello, these leaders were out of session. They couldn't come there. We have implemented all our programs there in Wayanad. Today in the cabinet, I appreciated Revenue Minister Anil Kumar and Agriculture Minister T. Siddiq for the work they have done. നമുക്കറിയാലോ, സാധാരണ ഇത്രയും ദുരന്തങ്ങളുണ്ടായ ബോഡി പോലും 2 ദിവസം കഴിയുമ്പോൾ തെരച്ചിൽ കഴിഞ്ഞ് അവസാനിപ്പിക്കും. ഇത് 8 പേരുടെ ബോഡി റിക്കവർ ചെയ്തു. അവരുടെ ബന്ധുക്കൾ സംസ്ഥാനത്തിന് പുറത്തുനിന്നുള്ളവരാണ്. അവരിവിടെ വന്ന് അവരെ പ്രത്യേകമായി താമസിപ്പിച്ചു. ഞാൻ അവരെ പോയി കണ്ട് ആശ്വസിപ്പിച്ചു. അവർ ബോഡി തിരിച്ചു കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ ഭംഗിയായിട്ട് ഏർപ്പെടുത്തി.
അവിടുത്തെ റീഹാബിലിറ്റേഷൻ, പുനരധിവാസം ഭംഗിയായിട്ട് ചെയ്തു. അപകട മേഖലയിൽ നിന്ന് ആളുകളെ മുഴുവൻ ഷിഫ്റ്റ് ചെയ്തു, അപകടം സംഭവിക്കാൻ സാധ്യതയുള്ള ആളുകളിൽ നിന്ന്. കമ്പനിയുമായി, ഈ കൊങ്കൺ റെയിൽവേയുമായും അവരുടെ സബ് കോൺട്രാക്ടറായ ദിലീപ് കോൺ കമ്പനിയുമായും നമ്മുടെ മന്ത്രിമാർ ചർച്ച ചെയ്ത് ഗവൺമെൻറ് കൊടുത്ത നഷ്ടപരിഹാരം കൂടാതെ അതിനേക്കാൾ കൂടിയ നഷ്ടപരിഹാരം കമ്പനിയെ കൊണ്ട് കൊടുപ്പിക്കാൻ ധാരണയാക്കി. അവരുടെ ഇൻഷുറൻസ് അടക്കമുള്ള തുകകൾ അവർക്ക് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി. അവരുടെ ബോഡി എംബാം ചെയ്ത് കൊച്ചിയിലെത്തിച്ച് പ്രത്യേക വിമാനത്തിൽ അവരുടെ നാട്ടിൽ എത്തിച്ചു. മുഴുവൻ നടപടിക്രമങ്ങളും വളരെ ഭംഗിയാക്കി ഗവൺമെൻറ് 2 മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെയുള്ള ആളുകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് പൂർത്തിയാക്കി. വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് ഡ്രോൺ സർവേ ആരോപണമൊക്കെ വന്നു. കഴിഞ്ഞ ദിവസം യൂട്ടേൺ അടിക്കുകയും ചെയ്തു അദ്ദേഹം തന്നെ, നിലവിൽ എന്തെങ്കിലും നീക്കമുണ്ടോ? താങ്കളുടെ മുന്നിൽ അല്ലെങ്കിൽ ഇത് എത്തിയിട്ടുണ്ടോ? ആറന്മുള വിമാനത്താവളത്തെക്കുറിച്ച് സർക്കാർ ആലോചിച്ചിട്ട് പോലുമില്ല. Stated that the Congress in Kerala is acting like Manuvadis and peddling soft Hindutva. This comes from close to the heels when you have visited Mookambika temple twice, and this allegation has come from Delhi. Delhi has made this allegation. How can he say that? When I am going for Mookambika temple, it is my personal right. I have a constitutional right to believe in the God. How can he say that that is soft Hindutva? I have been going to Mookambika for the last 37 years, from 90 onwards. I am a devotee of Kollur Mookambika. I am a devotee of Kollur Mookambika. I am very happy to say that. For the last 37 years, I have been visiting there for darshan. ഞാൻ മുഖ്യമന്ത്രി ആയിക്കൊണ്ട് പോകായിരുന്ന മോശമല്ലേ? ഇവരെ ഏത് ലോകത്തേക്കാണ് പോകണ? ക്ഷേത്രങ്ങളിൽ പോകുന്നത്, ആരാധിക്കാൻ പോകുന്ന എല്ലാവരെയും അപമാനിക്കുമല്ലേ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്തത് ആണോ? നിങ്ങളെല്ലാവരും പോകുന്നവരല്ലേ? ഇത് ഇവിടെ ഇരിക്കുന്നവരിൽ ഭൂരിഭാഗം ഞായറാഴ്ച പള്ളിയിൽ പോകുന്നവരും ക്ഷേത്രങ്ങളിൽ പോകുന്ന ആളുകളും വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് പോകുന്ന ആളുകളും അല്ലേ? അത് പോകാൻ പാടില്ലേ? അതൊക്കെ ഞാൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് ഞാൻ ആളുകളെ ഇനിയില്ല, ഞാൻ ഒരിടത്തും പോവില്ല എന്ന് പറയാമോ? ഇതൊക്കെ ഇവർക്കൊന്നും പറയാനില്ല. സ്വന്തം പാർട്ടിയിലെ സ്ഥിതി അവർക്കറിയാം. നമ്മൾ എംപവേർഡ് കമ്മിറ്റി വെച്ചിരിക്കുകയാണ്. നടപടിക്രമം അനുസരിച്ച് ഒരു എംപവേർഡ് കമ്മിറ്റി വെച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തിൻ്റെ ഒരു താല്പര്യവും ഹനിക്കുന്ന ഒരു തീരുമാനവും ഈ ഗവൺമെൻറ് എടുക്കില്ല. സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള തീരുമാനമേ വരുള്ളൂ. ധൃതി പിടിക്കേണ്ട ഒരു ആവശ്യമില്ല ഈ കാര്യത്തിൽ. കാരണം ഇതിനകത്ത് 2 ആസ്പെക്റ്റ് ഉണ്ട്. ഒന്ന് സെക്യൂരിറ്റി ആസ്പെക്റ്റ് ഉണ്ട്. അത് കേന്ദ്ര ഗവൺമെൻറ്റാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അറിയിക്കേണ്ടത്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തീരുമാനം നമുക്ക് എടുത്ത് ചെയ്യാം. ഇനി ഇവർ വലിയ ഡീലാണ് മറ്റാണെന്നൊക്കെ ഇങ്ങനെ പറയുവാനുള്ള നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഒരു തീരുമാനം എടുത്തിട്ടില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ചെയ്താൽ അറിയാമോ? ഇവർ ചെയ്ത പരിപാടി അറിയാമോ? 2019 ഇത് തീർക്കേണ്ടിയിരുന്നത്. കരാർ കൺസെഷൻ എഗ്രിമെൻ്റ് അനുസരിച്ച് തീർന്നില്ലെങ്കിൽ 2024 തീരുള്ളൂ. ഇവർ കൺസെഷൻ എഗ്രിമെൻറ്റിൽ അമെൻമെൻറ്റ് വരുത്തി. ആര്? പിണറായി സർക്കാർ 5 വർഷം കൂടി നീട്ടിക്കൊടുത്തു. 5 വർഷം നീട്ടിക്കൊടുക്കുമ്പോൾ 40 വർഷം ഇത് നടപ്പാക്കാനുള്ള അവകാശം 45 വർഷമാക്കി കൊടുക്കുകയാണ് ചെയ്തത്. 40 എന്നുള്ളത് 45ആയി. ഈ കൺസെഷൻ എഗ്രിമെൻറ്റിൽ ഒരു ക്ലോസ് ഉണ്ടായിരുന്നു. ഇവർ വൈകിയാൽ ഒരു ദിവസം ഇവർ 12 ലക്ഷം കൊടുക്കണമെന്ന്. 12 ലക്ഷം 5 കൊല്ലം വൈകിയപ്പോൾ അവർ കൊടുക്കേണ്ട സർക്കാരിന് പെനാൽറ്റി, പീനൽ പ്രൊവിഷനാണ്, കൊടുക്കേണ്ട തുക 219 കോടിയാണ്. ഒറ്റ പൈസ ഇതെല്ലാം ഒഴിവാക്കി കൊടുത്തവർ. 2 ഘട്ടമായി എല്ലാം ഒഴിവാക്കി കൊടുത്തു. അതെന്ത് ഡീലായിരുന്നത്? 219 കോടി രൂപ അദാനി പോർട്ട് ഗവൺമെൻറ്റിന് ഈ പീനലായിട്ട് ഈ വൈകിയതിന് ഒരു ദിവസം 12 ലക്ഷം രൂപ വെച്ച് 5 കൊല്ലം 1825 ദിവസം ഇൻറ്റു 12 ലക്ഷം ഒന്ന് കൂട്ടിയേ കാൽക്കുലേറ്ററിൽ. 219 കോടി രൂപ. ഞാൻ കാൽക്കുലേറ്ററിൽ നോക്കിയതാണ്. 219 കോടി രൂപ അത് കൊടുക്കണമായിരുന്നു. എന്ത് പ്രളയം, കോവിഡ്?
നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ്. പ്രളയം കോവിഡ് എത്ര നാളുണ്ടായിരുന്നു? അല്ല, പ്രളയം കോവിഡ് എത്ര നാളുണ്ടായിരുന്നു? അല്ല അല്ലല്ല 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 ഞാൻ പറയണേ, അല്ലല്ല ഇവർ ഈ ചോദിച്ചതിന് ഞാൻ മറുപടി പറയട്ടെ. പ്രളയവും കോവിഡും എത്ര നാളുണ്ടായിരുന്നു? 1 മാസം പ്രളയം, വേണമെങ്കിൽ ഒരു 4 മാസം കോവിഡ്, ആയിക്കോട്ടെ 5 മാസമല്ലേ. 5 കൊല്ലത്തേക്കുള്ള ഇളവാണ് കൊടുത്തത്, 5 വർഷത്തേക്ക്. ന്യായീകരിക്കല്ലേ, 5 വർഷത്തേക്ക് 219 കോടി രൂപ. അത് കുറച്ചാൽ മതിയായിരുന്നു, ഒരു 150 കോടി ആക്കിയാൽ മതിയായിരുന്നു. ആ കോവിഡിൻ്റെ കാലവും മറ്റത് ഒഴിവാക്കിയാൽ മതിയായിരുന്നു. അവർക്ക് ഒഴിവാക്കി കൊടുക്കുകയാണ്. എന്നിട്ടൊരു 43 കോടി രൂപ പിന്നെ കൊടുക്കണം, 43 കോടി രൂപ പിന്നെ കൊടുക്കണമെന്ന് പറഞ്ഞു. അതും കൊടുത്തില്ല, അതും അവർ തന്നില്ല. അതും ആൾക്ക് വയബിലിറ്റി ഫണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. അല്ല, ആരാണ് ഡീല്? ഇപ്പം ഇവരെ ഡീലിനെ കുറിച്ച് പറയണേ. ഈ ഡീല് നടത്തിയ പരിചയം കൊണ്ടാണോ ബാക്കിയുള്ളവരെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഇവർ വന്നിരിക്കുന്നത്? അല്ല, ഇതിനൊക്കെ മറുപടി പറയണമല്ലോ. എന്തിനാണ് കൺസെഷൻ എഗ്രിമെൻറ്റിൽ ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ, ഒന്നും ചെയ്യാതെ നിങ്ങളെ കൂടി ആഘോഷിക്കല്ലേ, വിഴിഞ്ഞത്ത് അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞ് ആഘോഷിക്കല്ലായിരുന്നാ? കുറേ ദിവസം ആഘോഷിക്കും. ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ, ഒരു നടപടിയും ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ലല്ലോ. അതല്ലേ അവിടെ ചോദിച്ചത്. Hi guys, I just added this cutest bedsheet to my bedroom and it completely changed the vibe of my room. സ്റ്റേറ്റിൻ്റെ ഇൻട്രസ്റ്റ്, സ്റ്റേറ്റിന് ഏതാണ് ഇൻട്രസ്റ്റ്, അത് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടുള്ള തീരുമാനം എടുക്കും. സംശയം ചോദിച്ചോട്ടെ. ഈ ഓഹരി കൈമാറ്റത്തില് അദാനിയുടെ സബ്സിഡിയറി കമ്പനിയായ MSCക്ക് ആണല്ലോ 49%. MSCയുടെ സബ്സിഡിയറി കമ്പനിയായ TIL 49%. പക്ഷേ ഈ അദാനി സെബിയിൽ കൊടുത്ത ആപ്ലിക്കേഷനിൽ മുംബൈ എന്ന് പറയുന്ന ഒരു കമ്പനിക്കാണ് ഇത്, ടില്ലിന്റെ സബ്സിഡിയറി കമ്പനിക്കാണ് ഈ ഷെയർ കൊടുത്തത്. ഈ ടില്ലിന്റെ ഷെയറുകൾ ആൾറെഡി ഒരു അമേരിക്കൻ കമ്പനി 20% അവരുടെ കയ്യിലാണ്. അപ്പോൾ തന്ത്രപ്രധാനമായ അല്ല, അതെല്ലാം എംപവേർഡ് കമ്മിറ്റി പരിശോധിക്കുകയല്ല. എംപവേർഡ് കമ്മിറ്റി പരിശോധിക്കും. തന്ത്രപ്രധാനമായ കാര്യങ്ങളും സെക്യൂരിറ്റി കാര്യങ്ങളും പരിശോധിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സും മിനിസ്ട്രി ഓഫ് ഷിപ്പിംഗ് ആണ് അത് പരിശോധിക്കേണ്ടത്. നമ്മൾ സ്റ്റേറ്റിൻ്റെ ഇൻട്രസ്റ്റാണ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് കൺസെഷൻ എഗ്രിമെൻറ്റ് വായിക്കാതെയാണ് ആരോപണം ഉന്നയിച്ചത്. അല്ല, പ്ലീസ് ലെറ്റ് മീ കംപ്ലീറ്റ്. നിങ്ങൾ എത്ര ചോദ്യം ചോദിച്ചു? എന്താ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ്? പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇവിടെ കുത്തക വരും. ആരുടെ? MSCയുടെ കുത്തക വരും. അവിടെ കുത്തക വരാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ ആ കൺസെഷൻ എഗ്രിമെൻറ്റിലുണ്ട്, 5(8) ഉണ്ട്. ഇവിടെ കോമൺ യൂസർ ഫെസിലിറ്റി വേണം, മോണോപ്പൊളി പാടില്ല എന്നാണ്. കോമൺ യൂസർ ഫെസിലിറ്റി വേണം. നമ്മുടെ കൺസെഷൻ എഗ്രിമെൻറ്റിൽ അത് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്, ആ ക്ലോസ് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്റ്റേറ്റിൻ്റെ താല്പര്യത്തിന് വിഘാതം എന്തെങ്കിലും ഉണ്ടോ, നമ്മളിതിന് അനുമതി കൊടുത്താൽ ഒന്ന് പരിശോധിച്ച് കൃത്യമായി പരിശോധിച്ചിട്ടേ തീരുമാനം എടുക്കുകയുള്ളൂ. പിന്നെ ഞങ്ങൾ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ എടുക്കാൻ പോണ തീരുമാനം ഇതായിരിക്കും, ഞങ്ങൾ ഇങ്ങനെയായിരിക്കും എടുക്കാൻ പോകണമെന്നൊക്കെ നിങ്ങൾ ഊഹത്തിൽ വാർത്ത കൊടുത്തു. അതാണ് അജിത് കുമാറിൻ്റെ കേസിൽ നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന വാർത്ത. അതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് ഒരു റൈറ്റ് ഉണ്ട്, മനസ്സിലായ? നിങ്ങൾ റിപ്പോർട്ടർമാരോ അല്ലെങ്കിൽ മാധ്യമങ്ങളോ ഇക്കാര്യത്തിൽ എല്ലാ തീരുമാനം ഞങ്ങളല്ലേ തീരുമാനം, ഞങ്ങളെല്ലാം ഞങ്ങൾ എടുക്കുന്ന തീരുമാനം തെറ്റാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോ, ശരിയാണെങ്കിലും പറയുമല്ലോ നിങ്ങൾ തെറ്റാണെന്ന്, അതൊക്കെ പറഞ്ഞു. അതൊക്കെ നിങ്ങളുടെ അവകാശം. തീരുമാനം ഇതാണ് സർക്കാർ എടുക്കാൻ പോകുന്നത്, ഇങ്ങനെ തീരുമാനം എടുക്കാം സർക്കാർ പോവാണെന്നൊന്നും നിങ്ങൾ പറയല്ലേ. അതിനുള്ള അവകാശമെങ്കിലും ഞങ്ങൾക്ക് ദയവ് ചെയ്ത്. ഈ വെടിയത്തിന്റെ കാര്യത്തിൽ ജയരാജൻ പറയുന്ന അഴിമതി ഇല്ലെന്നാണ്, പക്ഷെ പ്രതിപക്ഷ നേതാവ് മറ്റേ സംശയകരമായ മോദി അദാനി ഡീൽ എന്നാണ് പറയുന്നത്. ഇല്ല, അതൊക്കെ അവർക്ക് അവരുടെ പാർട്ടിയിൽ നിന്ന് തന്നെ കൃത്യമായ മറുപടി കിട്ടുന്നുണ്ടല്ലോ. വിഴിഞ്ഞത്തെ MD മാറ്റിയത് എന്തിന്? മാറ്റിയതുകൊണ്ട് ഒരു കുഴപ്പമില്ലെന്ന് ഏറ്റവും സീനിയർ ആയിട്ടുള്ള CPM നേതാക്കന്മാർ പറഞ്ഞില്ലേ. വിഴിഞ്ഞത്തിൽ അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കരുത് എന്ന് സീനിയർ CPM നേതാക്കന്മാർ തന്നെ പറഞ്ഞില്ലേ. ഇപ്പം എന്താ അവസാനം പഴയ നിയമമന്ത്രി പറഞ്ഞത് ഓഹരി കൈമാറുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്ന്. പിന്നെന്താ കുഴപ്പം? ഇപ്പം മാറ്റി. പക്ഷെ അതിനൊന്നും നിങ്ങൾ ടേൺ എന്ന് പറഞ്ഞില്ല. എങ്ങനെ? നോക്കാം, നമുക്കത് പരിശോധിക്കാം. വേണ്ട, അത് നോക്കാം, അത് നമ്മൾ നോക്കാം, നമുക്ക് ആലോചിക്കാം. പല പഠനങ്ങൾ വന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവുള്ളതാണ്. ഇപ്പോഴും ആ ഇഷ്യൂ സോൾവ് ആയിട്ട് കുടുംബമാണ്
സർക്കാരിനെ കൊണ്ട് സാധ്യമായതെല്ലാം അത്തരം കാര്യങ്ങളിൽ ഉറപ്പാട് ചെയ്യും. World Cup football final, you know, many states are thinking of opening up the entire state to 3:30 a.m. in the morning. What is Kerala going to do? Can we expect something? വെയിറ്റ്. ഒരു 60 ദിവസമായി അദ്ദേഹം മന്ത്രിയാണ്. ആരാ? സണ്ണി ജോസഫ് വൈദ്യുതി മന്ത്രിയെ വന്നല്ലോ. അപ്പൊ KPCC അധ്യക്ഷൻ ഫുൾ ടൈം ഒരാളെ വേണമെന്നുള്ള കാര്യത്തിൽ ചർച്ച നടക്കുന്നു. ആ നേതാക്കളൊക്കെ വന്നു. അപ്പൊ ഉടനെ ഉണ്ടാവുക പാർട്ടി ഒക്കെ സംഘടനാപരമായ തീരുമാനമല്ലേ. ആദ്യം നിങ്ങൾ അവരോട് പറഞ്ഞ ആ പ്രതിപക്ഷ ഉപനേതാവിനെ തീരുമാനിക്കാൻ പറ. അതിൻ്റെ ഞങ്ങൾ KPCC പ്രസിഡന്റിനെ തീരുമാനിക്കാം. അതൊന്നും ഞങ്ങൾ നോക്കിയിരിക്കുക ആരാ പ്രതിപക്ഷ ഉപനേതാവ് എന്ന്. അല്ലല്ല അത് ചെയ്യും. അല്ലല്ല അതുപോലെ ആയ എന്താ കുഴപ്പം? മന്ത്രിയായ എന്താ കുഴപ്പം? മന്ത്രിയായ എന്താ കുഴപ്പം? അല്ല അവിടെ ആവാം, അത് കുഴപ്പമില്ല. ഇടയ്ക്ക് ആ ചോദ്യം കൂടിയൊക്കെ ഒന്ന് ചോദിക്കേ. ആ അത് ചോദിക്കൂലല്ലോ, ആകെ ചോദിക്കാമല്ലോ. അല്ല അത് ഞങ്ങളുടെ സംഘടനാപരമായ കാര്യമല്ലേ, അതെനിക്ക് കൈരളിയോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങളുടെ സംഘടനാപരമായ കാര്യം ഞങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു, KPCC പ്രസിഡന്റ് എപ്പോഴാണ് തീരുമാനിക്കുന്നത്, ആരായിരിക്കും KPCC പ്രസിഡന്റ് എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ആ ചോദ്യം ശരിയല്ലല്ലോ. ആ ചോദ്യത്തിന് ഒരു ഇംപ്രോപ്പറൈറ്റി ഉണ്ട്. ഞാൻ അതിനെ ആൻസർ ചെയ്യാൻ പറ്റുമോ? എന്നിട്ട് അത് വിവാദമാക്കാനാണ് ഞാൻ എന്തെങ്കിലും ആൻസർ ചെയ്തിട്ട് ഞാൻ അതിലൊന്നും വീഴില്ല. അത്രയും ചോദ്യങ്ങൾ BJP വലിയ സാമ്പത്തിക ക്രമക്കേട് നടക്കുന്നു, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നു, അങ്ങനെ പരാതി എനിക്ക് പരാതിയൊന്നും കിട്ടിയിട്ടില്ല. ഞാനും ആ വാർത്ത വായിക്കുന്നുണ്ട്. അല്ല, അതിൽ രാജചന്ദ്രശേഖർ മറുപടി പറഞ്ഞത് BJPയുടെ സംഘടനാ നടപടിക്ക് മാധ്യമങ്ങൾക്ക് പൊതുസമൂഹം എന്ത് കാര്യമെന്നാണ്. പാർട്ടിയുടെ കാര്യങ്ങൾ മാധ്യമങ്ങൾ അറിയണം. കംപ്ലൈന്റ് വന്നാൽ അപ്പോൾ നമുക്ക് നോക്കാം. പരാതി ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ ആലോചിക്കാം. നമ്മുടെ മുമ്പിൽ പരാതിയില്ല. പോലീസ് വന്നിട്ടുണ്ട്. ഏ? പോലീസിൽ പരാതി വന്നിട്ടുണ്ട്. അത് വന്നിട്ടുണ്ടെങ്കിൽ അവർ പോലീസ് പരിശോധിച്ച് വേണ്ടത് ചെയ്യും. ഒരു ആക്ഷേപം വന്നു കഴിഞ്ഞാൽ പോലീസ് പരിശോധിച്ച് ചെയ്യും. ഈ സുതാര്യതയും അഴിമതിരഹിത മുദ്രാവാക്യമൊക്കെ പറയുന്ന BJPയുടെ നീക്കങ്ങൾ എങ്ങനെ? അല്ല അത് വാർത്തകൾ ഇങ്ങനെ വരുമല്ലേ, നിങ്ങൾ കുറച്ചുകൂടി കൊണ്ടുപോകാം പുറത്തേക്ക്. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ പറയണേ. 8 ലക്ഷം 10 ലക്ഷം 15 ലക്ഷം ഒക്കെ അല്ലേ പറയില്ല. അതിലൊക്കെ കയറി നമ്മൾ അതിനേക്കാൾ വലിയ കാര്യങ്ങൾ നിങ്ങൾ പുറത്തു കൊണ്ടുപോവാം. കുറച്ചുകൂടി അങ്ങോട്ട് ഈ മൈക്രോസ്കോപ്പിക് ലെൻസ് കുറച്ച് അങ്ങോട്ടൊക്കെ ഒന്ന് ആ CPM-ന്റെ അവിടെ കുറച്ച് ഇപ്പുറത്തൊക്കെ ഒന്ന് വെക്കി. ഇങ്ങോട്ട് മാത്രം വെച്ചുകൊണ്ടിരിക്കല്ലേ. വാടക ഏത് വാടക കരാർ? അത് നീട്ടുവാണെങ്കിൽ അപ്പം അറിയിക്കുക. നീട്ടുവാണെങ്കിൽ അപ്പം അറിയിക്കുക. നീട്ടുവാണെങ്കിൽ അപ്പം അറിയിക്കാന്നേ. നീട്ടുവാണെങ്കിൽ അപ്പം അറിയിക്കുക. കരാർ ക്യാൻസൽ ചെയ്ത് അപ്പം അറിയിക്കുക. പോരെ? ആ അല്ല പോരെ? അല്ല അത് പോരെ? ഞാൻ പറഞ്ഞിട്ടില്ല. ഡോക്ടർ അഷീലിനെതിരെ ഇപ്പോൾ വലിയ തൊട്ടടുത്തുള്ള സാമ്പത്തിക ക്രമക്കേട് വന്നിട്ടുണ്ട്. പക്ഷേ അന്ന് ആരോഗ്യമന്ത്രിയായിരുന്ന KK ശൈലജ ഏറ്റവും കൂടുതൽ പ്രശസ്തി കിട്ടിയത് ബ്രേക്ക് ദ ചെയിൻ അടക്കമുള്ള കാര്യങ്ങളാണ്. അവർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇത് ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്തത്, സർക്കാരിന്റെ അനുമതി ഉണ്ടായിരുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ അന്വേഷണം ആരോഗ്യമന്ത്രിയിലേക്ക് കൂടി പോകട്ടെ. വരട്ടെ, അതൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഞാൻ ഇവിടെ ഇരുന്നിട്ട് അത് മുൻ ആരോഗ്യമന്ത്രിയെ കൂടി നടപടികൾ കൂടി അന്വേഷിക്കുമെന്ന് പറയാമോ? ഞാനങ്ങനെ പറയാമോ? ഞാനല്ലല്ലോ അത് തീരുമാനിക്കേണ്ടത്. പരാതി വന്നാൽ പോലീസ് അന്വേഷിച്ച് ആ കാര്യം തീരുമാനിക്കും. ആരെല്ലാമാണ് അതിൻ്റെ അകത്ത് ഇൻവോൾവ്, അവിടെ ഒരു അഴിമതി നടന്നിട്ടുണ്ടോ, തെറ്റായ കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ, ആരാണ് അത് നടത്തിയത്, പ്രൊസീജിയർ ലാപ്സ് വല്ലതും ഉണ്ടായിട്ടുണ്ടോ എന്ന് അവർ പരിശോധിക്കട്ടെ. അല്ലാതെ ഈ അന്വേഷണം നടക്കുന്ന കാര്യത്തിൽ തീരുമാനം എന്നെ കൊണ്ട് പ്രഖ്യാപിപ്പിക്കല്ലേ. നിങ്ങൾ എന്തൊക്കെ ചോദിക്കണേ? എന്തായി ചോദിക്കുന്നത്?